ഞാനിപ്പോ ചെയ്യാം. റെക്കോർഡിംഗ് വരുന്നു. ഓക്കെ, ക്ലൗഡില് എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളും അതിലേറെ നമ്മുടെ എല്ലാവരുടെയും അഭിമാനവുമായിരുന്ന ഗോമതി നായർ മാഡത്തിനെ പറ്റി അനുശോചിക്കാനും നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുമാണ്. അപ്പൊ ആദ്യമായി നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ലക്ഷ്മി, സുവർണ ബ്രാഞ്ചിലെ ലക്ഷ്മി. ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. താങ്ക് യു ലക്ഷ്മി. ഇതില് ഞാൻ ആദ്യം കുറച്ചു പേരെ വിളിക്കാം. അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും സംസാരിക്കാം. അത് മലയാളത്തിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാം. ഗോമതി നായർ മാഡം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗുരു, മെന്റർ എല്ലാം ആയിരുന്നു. AIWCയിൽ എന്നെ കൊണ്ടുവന്നത് തന്നെ ഗോമതി നായർ മാഡം ആയിരുന്നു. അതിനു മുമ്പേ എൻ്റെ അമ്മയുടെ കൂടെ ഒരുപാട് വർഷങ്ങൾ മാഡം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസുമായിട്ട് എനിക്കൊരു വലിയ കണക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 2000 ഒരു 2 വർഷം ലീവ് എടുത്തപ്പോൾ മാഡം നിർബന്ധിച്ചാണ് എന്നെ AIWCയിലേക്ക് കൊണ്ടുപോയി ചില ജോലികൾ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് 2002 ഞാൻ ബാങ്ക് വിട്ടപ്പോഴത്തേക്കും ഫുൾ ടൈം അതിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു അവസരം എനിക്ക് നൽകുകയും പിന്നെ എപ്പോഴും എന്നും എനിക്ക് എത്രയും എൻകറേജ്മെന്റും തന്നിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെ നിന്ന് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെയധികം കടപ്പാടുള്ള അമ്മയാണ്. കേരളത്തിൽ നിന്നുള്ള നമുക്കാണെങ്കിൽ വളരെയേറെ അഭിമാനമുണ്ട്. കേരളത്തിൽ നിന്ന് 3 പ്രസിഡന്റാണ് AIWCയിൽ ഉണ്ടായിരുന്നത്. മഹാറാണി സേതു പാർവതിബായി, പിന്നെ ലക്ഷ്മി എൻ മേനോൻ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന മലയാളി പ്രസിഡന്റ് ഗോമതി നായർ. അതുകൊണ്ട് നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ ഇപ്പോ ഇന്നലെയും ഇന്നുമായിട്ട് AIWCയിലെ എല്ലാ ഗ്രൂപ്പുകളിലും നോക്കിയാൽ കാണാം, നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മെസ്സേജസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളോടും അത്രയധികം അടുപ്പവും സ്നേഹവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തം വീട്ടിലെ ഒരാൾ പോയ ഒരു സങ്കടമാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും നമ്മുടെ എല്ലാവരുടെയും നേതാവായി പ്രവർത്തിച്ച് കേരളത്തിൽ AIWCയെ ഈ ഒരു പൊസിഷനിൽ എത്തിക്കാൻ ഒരുപാട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലും വളരെ കൃതജ്ഞതയോടെ ഞാൻ സ്മരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് മാഡത്തിന്റെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരാളിനെ ഞാൻ ക്ഷണിക്കുകയാണ്, അവരുടെ ഓർമ്മകൾ പങ്കിടാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും. തങ്കമണി മാഡത്തിന്റെ കേരള ഐക്യ മഹിളാ സമാജത്തിലെ മെമ്പറാണ്. തങ്കമണി സംസാരിച്ചോളൂ.
Good afternoon. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ പറയണമെന്നും അറിയുന്നില്ല. ഉഷ നായർ പറഞ്ഞതുപോലെ എന്നെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നതും എന്റെ അമ്മയെക്കാളേറെ എന്നെ കൂടുതൽ സ്നേഹിച്ചതും ഈ കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങൾ കൊണ്ടുപോകാനും AIWCയുടെ പ്രോഗ്രാമിൽ ഭാഗമാക്കാനും കഴിഞ്ഞ എന്റെ അമ്മയ്ക്ക് എനിക്ക് ഏത് രീതിയിൽ ഉള്ള ആദരാഞ്ജലി അർപ്പിച്ചാലും കഴിയില്ല. സാധാരണ നാട്ടിൻപുറത്തുകാരിയായ എന്നെയും എന്റെ നാട്ടുകാരെയും ഒരു രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 1975 തോന്നുന്നു, അന്ന് ഞാൻ തീരെ കുട്ടിയാണ്. ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു മഹിളാ സമാജം, കേരള ഐക്യ മഹിളാ സമാജം രൂപീകരിക്കുകയും 80 രജിസ്ട്രേഷൻ ചെയ്യുകയും 82 തോന്നുന്നു AIWC ആയിട്ട് അഫിലിയേറ്റ് ചെയ്യുകയും പ്രവർത്തിച്ചു വരികയായിരുന്നു. 1989 ഞാൻ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പല പരിപാടികളിലും ചേരുകയും 90 മുതൽ ഇതിന്റെ സെക്രട്ടറി ഞാനും പ്രസിഡന്റായി ചേച്ചിയും പ്രവർത്തിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു. അവസാന യാത്രയിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് 2020 മാർച്ച് 9 എന്നെ തിരുവനന്തപുരത്ത് വിളിച്ച് ബാംഗ്ലൂരിലോട്ട് മകളുടെ വീട്ടിൽ പോവുകയാണ്. ഞാൻ 2 മാസം കഴിഞ്ഞ് ചെറുമകളുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ വീണ്ടും ശാസ്താംകോട്ട താമസമാക്കണമെന്നും എല്ലാം പറഞ്ഞായിരുന്നു പിരിഞ്ഞു പോയത്. ഒരിക്കലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ ദിവസത്തിൽ ഈ വർഷത്തിൽ തന്നെ ഇങ്ങനെ ഇതുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എനിക്കത് താങ്ങാനാവുന്നതിലപ്പുറമാണ് ചേച്ചിയുടെ വിയോഗം. എന്റെ അമ്മയേക്കാൾ കൂടുതൽ എന്റെ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നേക്കാൾ സ്നേഹം നിനക്ക് ഗോമ ചേച്ചിയോടാണോ? ഒരുപക്ഷെ ആയിരിക്കാം. രംഗം എന്താണെന്നോ പ്രസ്ഥാനം എന്താണെന്നോ പ്രവർത്തന പദം എന്താണെന്നോ എന്നെ മനസ്സിലാക്കി തന്ന എന്റെ അമ്മയാണ്. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നെങ്കിലും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. I pray her soul is rest in peace. ഈ സമയത്ത് എനിക്കത് പറയാനൊക്കുന്നുള്ളൂ. ശരി, നന്ദി തങ്കമണി. ഇത്രയും വന്ന് സംസാരിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട്. അടുത്തത് അവരുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് ബ്രാഞ്ചായ ഐക്യ മഹിളാ സമാജത്തിലെ പ്രസിഡന്റ് ചന്ദ്രിക ചേച്ചിയാണ്. ചന്ദ്രിക ചേച്ചിക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മകള് അനിത ഇപ്പോ സംസാരിക്കും. അനിതയാണ് ഇപ്പോ ആ ശാഖയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനിത. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിത, മൈനാപ്പള്ളി AIWCയിൽ നിന്നാണ്. ആദ്യമായി ഗോമതി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അമ്മയിലൂടെയാണ് ഞങ്ങൾ AIWCയിൽ എത്തിയത്. ഇന്നലെ കാലത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ട് അമ്മയുടെ വിയോഗ വാർത്ത ഞങ്ങൾ അറിഞ്ഞു. അത് വളരെയധികം വിഷമം ഉണ്ടാക്കി. ഗോമതി അമ്മയുടെ വിയോഗം ഞങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. എന്റെ അമ്മ ചന്ദ്രികാദേവി അമ്മ ഗോമതി അമ്മയ്ക്കൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം അനുഭവങ്ങൾ അമ്മയ്ക്ക് പങ്കുവെക്കാനുണ്ട്. പനി വന്നിട്ട് ഞങ്ങൾ ഐസൊലേഷനിലായതുകൊണ്ട് അമ്മയെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1984 സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ ധനസഹായത്തോടെ കെൽട്രോൺ റേഡിയോ അസംബ്ലിംഗ് യൂണിറ്റ് മൈനാഗപ്പള്ളിയിൽ ആരംഭിച്ചു. അന്നാണ് ഞങ്ങൾ ഗോമതി അമ്മയുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. സാമൂഹിക സേവനത്തിന് പ്രായം ഒരു പ്രശ്നമല്ലെന്ന് ഞങ്ങളെ പോലെയുള്ള പിൻതലമുറക്കാർ അമ്മയിൽ നിന്നും പഠിക്കേണ്ടത് തന്നെയാണ്. ഗോമതി അമ്മയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. നന്ദി അനിത. Now we'll pass on to the other branches. Only I want to remind you that this meeting is only from 3 to 4. So I request all of you to be short in paying your homage. So now I request Ashita, Vice President, to say a few words and also invite our friends from Karnataka to add their words as well. Thank you, Shaji, and very good afternoon. My prayers and thoughts to Gomati ji. ಕರ್ನಾಟಕದಲ್ಲಿ ಎಲ್ಲ ಮೆಂಬರ್ಸ್ಗೂ ಸ್ವಾಗತ. ಯಾರಿಗಾದ್ರೂ ಏನಾದ್ರೂ ನೀವು ಶ್ರದ್ಧಾಂಜಲಿ ಒಪ್ಪಿಸ್ಬೇಕಂದ್ರೆ ಕನ್ನಡದಲ್ಲೂ ಒಪ್ಪಿಸ್ಬೋದು, ಇಂಗ್ಲಿಷ್ ಅಲ್ಲಾದ್ರೂ ಒಪ್ಪಿಸ್ಬೋದು. ಯಾವ ಲ್ಯಾಂಗ್ವೇಜ್ ಅಲ್ಲಿ ಕಂಫರ್ಟಬಲ್ ಇದ್ದೀರಾ ಅದು
ಹೇಳ್ಬೋದು. ನೀವು ಕನ್ನಡದಲ್ಲಿ ಹೇಳಿದ್ರೆ ನಾನು ಅದನ್ನ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಹೇಳ್ತೀನಿ, ಏನು ಸಂಕೋಚ ಪಡದೆ ಮಾಡ್ಬೋದು. ಸೊ I would like to be very brief and short. Gomati ji, I don't know, I mean, as I know, she as I said, she used before she really fell ill, she called me up and she said, I want to visit your branch. I said, Gomati ji, it's corona now, I think that it settled down. That's okay, I can I can manage to come. That was her spirit. I think that was the last normal conversation I had with her, and she was kind enough even to invite me to her grandchild's wedding, which was scheduled and we were supposed to meet, and because of corona it unfortunately got the invitees were not we couldn't go as such. So to be brief, she was a friend, a guide, a philosopher, a person with a great heart, down to earth. I think that is something which we all can relate. She was very simple, humble, down to earth, and she had that passion of people from south should come. I think that's one thing, and she did advise how to be strong and how you need to move forward in this organization. So those are the advices I keep in my mind, and all the blessings I keep in my heart, and I pray for her. She has lived her life very well. I think God gave her long life so that she can contribute more to the society and to the organization, and it was my great pleasure that I could meet her, coordinate with her, speak to her, and gain some knowledge from her. So I have seen her, as I know, as Usha ji also told morning, that it is not an easy task. She struggled in certain things to get things done, and I think that was her major strength. So I humbly pray for her peace, and I thank her, though I couldn't tell her straight, for all that blessings and guidance that she showered on me. I think I'll keep this short, and I echo whatever everybody says. I think same thing, we all feel it, but each one tells it in a different way. So I mean, I have no other words to tell than express my gratitude and love towards her. Thank you so much. Thank you, Ashita. Usha, can you hear me? Senior member. Hello, Usha, Devendra. can you hear me? Yes, you are Asha. Is it Asha? Yes, yes. Yes. So I'll call you Asha. Okay. So I request Bhargavi Devendra ji from WIA. She was a long time associate, in the sense that they worked together right from the Central Social Welfare Board. So I requested her to join, and she has joined us. Bhargavi ji, I request you to please say a few words. Please unmute and start speaking. Can you hear us, Bhargavi ji? Please unmute. I can't see her. So now let us go on to, now I request Member in Charge Padmini Nair to say a few words. ഹലോ ഉഷ. Padmini ചേച്ചി പറയണം. നമുക്കെല്ലാം വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഗോമതി ചേച്ചിയുടെ വിയോഗം. കേരളത്തിൽ നിന്നുള്ള ഉഷ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു അഭിമാനം തന്നെയായിരുന്നു ഗോമതി നായർ. കേൾക്കാൻ പറ്റുന്നില്ല ചേച്ചി, ഓഡിയോ. പിന്നെ വിയോഗത്തിൽ ഞാൻ ആ ദുഃഖത്തിലാക്കുന്നു. Thank you. ഇനി ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ച്, ഓൺ ബിഹാഫ് ഓഫ് ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ച് ശ്രീമതി ജലജകുമാരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോമതി ചേച്ചി, ഞാൻ ഈ AIWC ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് എൻ്റെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്.
4-ല്. ചേച്ചിയെ, ഗോമതി ചേച്ചിയെ എനിക്ക് 1996 മുതൽ അറിയാം. ഞാൻ വനിതാ വികസന കോർപ്പറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലെറ്റർ വന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, അത് വനിതാ കമ്മീഷനിൽ നിന്ന് വന്ന് കാണണം, ഞങ്ങൾ എന്തൊക്കെയാണ് നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, നിങ്ങളെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ വന്നത്. അന്ന് ഞാൻ അത് പുട്ടപ്പ് ചെയ്തു. ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന KB വത്സലകുമാരി മാഡം പോവാനുള്ള അനുവാദം തന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഹേമയും കൂടി ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചി നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം കാണാൻ ഉള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായി. അന്ന് മുതലേ ഗോമതി ചേച്ചി സ്വന്തം ഒരു അനിയത്തിയെ പോലെ എന്നെ കാണുകയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സാമൂഹ്യ സേവികയാണ് എന്നുള്ളത് എന്റെ തെളിവാണ്. ഉഷ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇടതടവില്ലാതെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ വിയോഗത്തില്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. എല്ലാവർക്കും അറിയാം ഗോമതി ചേച്ചി ആരാണെന്നും ചേച്ചിയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും സാമൂഹ്യ സേവന രംഗത്ത് ചേച്ചി എന്തൊക്കെയാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നും ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞിട്ട് അത് ആരും ഓർമ്മിക്കാനില്ല. എല്ലാവരുടെ സ്മൃതിയിലും അതിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ചേച്ചിയുടെ മുഖം തന്നെ. ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്താണ് അങ്ങോട്ട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം തന്നതിന് ഉഷയോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി ചേച്ചി. Bhargavi, now can you speak? Yes, Usha. Please go on. I am very, very sorry to know about the demise of Gomati Nair. She was my colleague in Central Social Welfare Board. When I joined, I was from Madras. So I was given the posting in the Madras, but we used to go for the annual general body meetings. And Usha, she was very nice to me, like a sister. She has been always kind and she has been guiding me. And when she became the president of AIWC, whenever I used to come to Delhi, she used to give me the next room to her and keep me there. And just like a sister, she always has been kind, considerate, and also helping me whenever I wanted any guidance from her. And I mean, even in Central Social Welfare Board, when they were having programs, along with Mr. Nair, another colleague, she used to take part in the programs. And also, she is a very friendly person, kind person. And whenever I used to go to Delhi, she used to invite me to go and have a meal with her. And like a sister, she has taken me. And I miss her. And I pray Almighty for her soul to rest in peace. I will not be able to get another friend like Gomati Nair. I feel very sorry for it. Thank you, Usha, for giving me the opportunity to express my feelings. Thank you, Bhargavi. Now I request Asha Deshpande to say a few words. Asha, are you there? Yes, I am here. Can you hear me? Yes, you please go on. Okay. Thank you. Thank you, Usha, giving me a chance to talk about Gomati ji. Gomati ji was my mother, actually. Because we were having a 21 years difference. And when she was elected as a president, that time I also elected as a treasurer. That till such time we were just met, but we are not knowing to each other. But our team was so good, and it was such a good work which we could do because of Gomati ji. Gomati ji was giving me 100% chances and freedom to work on the accounts and also on the programs, and we had a very good programs arranged, and all were successful.
yeah, today morning we have heard about our various programs, and the most achievement is in our 3 years when we had a discussion with our rental position. That time also we had increased our AIWC's income by 2.5 crores. So it was such a nice period. That was, I can say that that was a golden period in our life. Gomati ji was from Kerala. I am from Maharashtra, and Shivani, secretary from Gujarat. Still, we could stay together for 3 years. Gomati ji was so loving person, and she always called me as a daughter. Whenever she used to go outside, she used to bring something new for me. It was, I told her that why you are bringing so much, why you are spending, but she said, no, you are my daughter and you are using all these things. So I am fond of you and I'm bringing all these things to you. Every day she used to cook her dinner and she used to keep some sabji for me. Always she used to keep something for me, and we had a very, very, very good team. And when we had a discussion about the trust, all the old people knows that how we felt it, how we did it, and how she was strong that we should have this trust and we should work. And she told me, she had given me freedom to talk about all this trust and everything. So I express my thanks to God that I could get such good mother. I met her in Bangalore, and before 3 months I talked to her. She was so happy to hear my voice. I also very much happy to hear her voice, but she was not in a good condition to talk about. We had only one or 2 minutes. And when I heard about this news, I was so upset that I lost my mother. I cannot express more words about her. So thank you very much to give me the chance to talk about her and let her soul be in peace, and she will definitely will do a good work there also. Thank you very much, Usha. Thank you. Thank you, Asha ji. Now I request Shivani Mehta, was Secretary General when Mrs. Gomati Nair was President, to say a few words. Shivani ji. Hello, can yes. you hear me, Usha? Yes, Shivani ji, please go on. Yes, I am sorry to hear the sad demise of Gomati ji, our patron and one of my good friends. I was lucky enough to work as zonal organizer when she was Secretary General. I had also shouldered her responsibilities as Secretary General when she was President. And when she was a patron, I was there with her as a trustee of Old Age Trust. More than 27 years we worked together, though she was from Kerala and I am from Gujarat. So I can say that she was a sincere, selfless, silent worker, silent social worker with simple living and high thinking. She was a strong woman with clear vision and open mind. I pray God Almighty to grant eternal peace to her soul and give you strength to bear the loss. Her fragrance will be with us for years to come. AIWC is grateful to her for a long time because for her following contributions, for forming the trust and saving AIWC from being business organization, solving the problems of staff and management which was going on for 10 years, 12 years. And she created a smooth relationship. There was large hike in income, initiating lots of new projects and programs to the branches. All these things, her fragrance will be with us for the years to come. Thank you, Usha. Thank you,
for giving me the chance to give my tribute to her. Thank you, Shivani ji. Uh, Now I request Dr. Vijayalakshmi to say a few words. Namaskaram. തങ്കമണിയുടെ കാര്യം തങ്കമണിയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തങ്കമണിക്ക് മാഡമായിട്ടുള്ള അസോസിയേഷൻ 40-45 വർഷമാണ്. ബട്ട് ഞാൻ മാഡമായിട്ട് സഹകരിക്കുന്നത് ആക്ച്വലി മാഡത്തിന് 82 വയസ്സുള്ളപ്പോഴാണ്. 82 ഒരു 80+ ആയിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു എനിക്ക് മാഡം. എല്ലാവരും പറയും മാഡത്തിന്റെ ഫ്രണ്ട് വന്നു. ഞങ്ങളുടെ ബ്രാഞ്ചിലൊക്കെ മാഡം വരുമ്പോ എന്റെ ഓഫീസിലെ സ്കൂളിലെ ഒക്കെ സ്റ്റാഫ് പറയും മാഡത്തിന്റെ ഫ്രണ്ട് വന്നു എന്ന് പറയും, ഗോമതി മാഡത്തിന്. ഷീസ് റിയലി മൈ ട്രൂ ഫ്രണ്ട് ആയിരുന്നു. AIWCയില് തീർച്ചയായിട്ടും മാഡം എന്നെ കൊണ്ടുപോയി എന്റെ മെന്ററായിരുന്നു. ശിവാനിജി, ആശാജി ഒക്കെ വളരെ അടുത്ത് ഞങ്ങള് സഹകരിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങള് മാഡം ഒരു നല്ല ലീഡർ ആയിരുന്നു എന്നുള്ളതായിരുന്നു. ഒരിക്കലും നമ്മുടെ AIWC വിട്ടിട്ട് ഷി നെവർ തോട്ട് ഓഫ് എനിത്തിങ് എൽസ്. ഇത്രയ്ക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഓർഗനൈസേഷനെ കുറിച്ച് അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി AIWCയില് വേറൊരാളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാല് മാഡം അതുപോലെ തന്നെ അതിനകത്ത് ഇടപെടുമായിരുന്നു. ഒരു വിഷമവും ഇല്ല. ഒരു പ്രശ്നം വന്നാല് അവര് കഷ്ടപ്പെടുവാണ്, ബുദ്ധിമുട്ടുവാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. എല്ലായിടത്തും അതിനു വേണ്ടി സഹായിക്കുമായിരുന്നു. ഞാൻ മാഡമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത്ര മാത്രം എനിക്കൊരു പക്ഷെ 40-45 വർഷം ഞാൻ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മാഡത്തിന്റെ അത്രയും കൂടുതൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാണത്തില്ല. അത്രയ്ക്കും എന്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഗോമതി മാഡം. എനിക്ക് വളരെ സന്തോഷമാണ്. എവിടെ പോകുമ്പോഴും നമ്മുടെ AIWC മീറ്റിംഗ് ആണെങ്കിലും ത്രൂഔട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ മാഡത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. മാഡത്തിനായിട്ട് സഹകരിച്ചു പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഓപ്പൺ ആയിട്ട് ഒരിക്കൽ പോലും ഒരു സ്ത്രീയുടെ കുറ്റം പറഞ്ഞിട്ടില്ല മാഡം. ഒരിക്കൽ പോലും ഷി നെവർ ഫൈൻഡ്സ് ഫാൾട്ട് വിത്ത് എനി അതർ വുമൺ. പക്ഷെ നമുക്കറിയാം 80, 85, 88, 90 ഈ പ്രായത്തിലേക്ക് എത്തുമ്പം നാച്ചുറലി നമുക്ക് ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇറിറ്റേഷൻസും കുറച്ച് മൂശേട്ടത്തരവും ഒക്കെ മാഡത്തിന് ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗോമതി മാഡത്തിന് വാട്ട് ആർ ദ പ്ലസ്, വാട്ട് ആർ ദ മൈനസ് ഐ അണ്ടർസ്റ്റുഡ് വെരി വെൽ. അതനുസരിച്ച് എനിക്ക് മാഡമായിട്ട് മൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്ക് നമ്മളെ എൻകറേജ് ചെയ്ത് പ്രോജക്ട്സുകൾ നടത്താൻ എൻകറേജ് ചെയ്യുകയും AIWCയുടെ എല്ലാ നമ്മുടെ റൂൾസ് റെഗുലേഷൻസ് ഹൃദയത്തിൽ കൊണ്ട് നടക്കും. അതനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്കൊരു മാഗ്ന കാർട്ട ഉണ്ട്, ഇതാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ എല്ലാരെയും കാണുന്നുണ്ട്. എല്ലാവരെ കുറിച്ചും മാഡത്തിന് നല്ല വലിയ സന്തോഷത്തോടു കൂടി പറയാം. എത്ര വർഷമായിട്ട് എനിക്ക് അറിയുന്നതാണ്. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. എല്ലാവരും നമ്മുടെ വലിയ വർക്കറാണ്, നല്ല വർക്കറാണ്. ഓൾവേസ് ഷീ സ്പീക്സ് വെരി ഗുഡ് ഓഫ് അതേഴ്സ്. അപ്പൊ അങ്ങനെ മാഡത്തിൽ നിന്ന് ഞാൻ ഒത്തിരി ക്വാളിറ്റീസ്, എസ്പെഷ്യലി നമ്മള് പ്രളയം വന്നു കഴിഞ്ഞ ആലുവയ്ക്ക് അടുത്തുള്ള ചേന്നമംഗലം സ്ഥലത്ത് ഒരു വീവേഴ്സ് വില്ലേജ്, അവിടെ എവിടെയോ പത്രത്തിലൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചു. അവിടെ പോണം, അവർക്ക് എത്ര ബുദ്ധിമുട്ടി. അന്നേരമൊക്കെ കുറച്ച് യാത്രയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല, നീ വന്നാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അവിടെ 3 വീവേഴ്സ് യൂണിറ്റ് മാഡം സ്വന്തം പൈസ കൊടുത്ത് അവിടെ നന്നാക്കി കൊടുത്തു. അത്രയ്ക്കും അങ്ങ് ഇതാണ്. അവസാനം ഞങ്ങള് ഇവിടെ നമ്മുടെ മനേശ്വരി പോകുമ്പോ പോണം എന്ന് പറഞ്ഞു. അപ്പൊ വീൽ ചെയറിൽ തന്നെയാണ്. അപ്പൊ ഞാൻ കൃഷ്ണകുമാരിയോട് പറഞ്ഞു, കൃഷ്ണകുമാരി നമ്മള് ശാന്ത ചേച്ചി, എപ്പോഴും ശാന്ത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ശാന്ത ചേച്ചി ഇതുപോലെ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിട്ടുപോയി. എന്റെ വീട്ടിൽ എല്ലാരും കളിയാക്കി. ഞങ്ങളുടെ ഫോട്ടോ കാണുമ്പോ 3 ഗേൾസ് ആരെങ്കിലും വരുമ്പോ എന്റെ ഹസ്ബൻഡ് പറയും. അപ്പൊ ചോദിക്കും ആരാ ഗേൾസ്? അപ്പൊ ഈ നമ്മള് പ്രായമുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോ, ഇവര് 3 ഗേൾസ് ഫ്രണ്ട്സ് ആണെന്ന് പറയും. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണകുമാരി ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ കൊണ്ടുപോകും? അപ്പൊ
രാധാകൃഷ്ണന്മാര് പറഞ്ഞു, മാഡം നമുക്ക് കൊണ്ടുപോകാം, നമ്മൾ രണ്ടുപേരില്ലേ, വീൽ ചെയർ ആണെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, മാഡം ആഗ്രഹിച്ച സ്ഥലത്തെല്ലാം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ മനേശ്വരി പോകുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, വിജയ ഇത് എൻ്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് AIWCയിലെ മീറ്റിംഗ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. പറഞ്ഞ ഞാൻ എപ്പോഴും ഞങ്ങളിങ്ങനെ കളിയാക്കി പറയും, ഞാൻ ഗോമതി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗോമതി ചുമ്മാ ഇരിക്കുവോ, നമുക്ക് ഇനി എല്ലായിടത്തും പോകാൻ പറ്റും, ഗോമതി വളരെ ചെറുതല്ലേ, കുഴപ്പമില്ല. ഇങ്ങനെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് AIWC എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ അപ്പുറം ഒരു ലൈഫേ മാഡത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അവസാനമായി ഇന്നലത്തെ ഈ വാർത്ത കണ്ട് ഞാൻ എൻ്റെ ഫോൺ നോക്കുമ്പോ ഞാൻ ജനുവരി 7, 8, 9 ഞാൻ അവസാനം സംസാരിച്ച ജനുവരി 9-ാം തീയതിയാണ്. അപ്പൊ ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക, 9-ാം തീയതി പല പ്രാവശ്യം സംസാരിക്കും. അപ്പോഴും ചോദിക്കുന്നത് ഡൽഹിയിൽ എന്തോ വിശേഷമുണ്ടെന്ന്. എപ്പോഴും ഫോൺ, ഡൽഹി എന്തോ വിശേഷമുണ്ട്, അപ്പൊ എല്ലാം നന്നായിട്ട് ഇരിക്കുന്നു എന്ന് പറയും. എല്ലാം നല്ലതായിട്ട്. ഇടയ്ക്ക് ഇന്ദിര മാഡത്തിന്റെ കാര്യം, ഉഷയുടെ അമ്മ ഇന്ദിര എങ്ങനെ ഇരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു, എല്ലാരും കുഴപ്പമില്ലല്ലോ. അവസാനം എപ്പോഴെടുക്കുമ്പോഴും അവസാനം ചോദിക്കും, വിജയ നീ ഇന്ദിരേനെ വല്ലതും കണ്ടോ, ഇന്ദിര എങ്ങനെ ഇരിക്കുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മാഡം എന്ന് പറയും. 9th അത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം എനിക്ക് സംസാരിക്കാൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല, പിന്നാണ് അറിയുന്നത് കോവിഡ് ആയിരുന്നു. അതിനുശേഷം മാഡം സംസാരിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഫാമിലിക്കും എനിക്കും ഒരു വലിയ നഷ്ടമാണ്. ഉഷ പറഞ്ഞ എൻ്റെ ഒരു അമ്മയാണ് പോയത്, എൻ്റെ ഒരു സെക്കൻഡ് മദർ. എനിക്ക് അതുപോലെ എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനൊന്നും നോക്കിയിട്ടില്ല. അത്ര ഞാൻ മാഡത്തിന് കൂടെ എനിക്ക് ഒരുപാട് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ പോകുമ്പോഴും നിങ്ങൾ പേട്രൺസിന്റെ ഒക്കെ അടുത്തൊക്കെ വിജയലക്ഷ്മി എന്ന് പറയും. ഞാൻ പറയാം, മാഡം നിങ്ങൾ വലിയ ആൾ, അത് സാരമില്ല, അനന്ത നീ എൻ്റെ കൂടെ ഇരിക്കുമല്ലേ. അങ്ങനെ എനിക്ക് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മെന്റർ ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റിയാണ് ഗോമതി മാഡം. മാഡത്തിന്റെ ആത്മാവിന് ശാന്തി നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വിജയലക്ഷ്മി. ഇനി സർല ചേച്ചി 2 വാക്ക് പറയാമോ? സർല ചേച്ചി ഡയാലിസിസിലാണ്, എങ്കിലും അവിടെ നിന്ന് ചേർന്ന് സംസാരിക്കാം. അതാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്, അതുകൊണ്ടാണ്. അത് വേണ്ട ചേച്ചി, പറഞ്ഞാ മതി. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീമതി ഗോമതി നായരുടെ വിയോഗം നമ്മുടെ കേരള ബ്രാഞ്ചസുകൾക്കെല്ലാം തീരാ നഷ്ടമാണ്. ഞാനും ശ്രീമതി ഗോമതി നായരുമായിട്ട് 22 വർഷത്തെ പരിചയവും അടുപ്പവും ഉണ്ട്. കേരള ബ്രാഞ്ചസുകളോട് കാണിക്കുന്ന പ്രത്യേകത എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രീമതി ഗോമതി നായർ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞങ്ങൾക്ക് സോളാർ ഡ്രയർ കിട്ടിയത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് പരിപാടികൾക്കും അതേപോലെ ഞങ്ങൾ പലർക്കായിട്ട് കൊടുത്ത ട്രെയിനിങ് പരിപാടികളും എല്ലാം മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഡേ കെയർ സെന്റർ അനുവദിച്ചപ്പോഴും ഞങ്ങളുടെ സെന്ററിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് പാർട്ടിസിപ്പൻസ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം വന്നിരുന്ന് അവരെ എല്ലാം തൊഴിലുറപ്പുകാരെയൊക്കെ അങ്ങനെ മാറ്റി ഞങ്ങൾ 15 പേരെ സെലക്ട് ചെയ്ത് തന്നതും ശ്രീമതി ഗോമതി നായരാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഡേ കെയർ സെന്റർ കാണാൻ വേണ്ടി പല ബ്രാഞ്ചുകളെയും വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയും ഞങ്ങളുടെ റെക്കോർഡ്സ് എല്ലാം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ഗോമതി നായർ. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അധികം സമയം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആ വിശുദ്ധാത്മാവിന് ശാന്തി നേർന്നുകൊള്ളുന്നു. നമസ്കാരം. താങ്ക് യു ചേച്ചി. ഈ അവസ്ഥയിലും ഞങ്ങളുടെ കൂടെ ചേരാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇനി സന്താനവല്ലി ചേച്ചി സംസാരിക്കുന്നു. വളരെ വേദനയോടെയാണ് ഞാൻ ഇന്നലെ ഗോമതി ചേച്ചിയുടെ മരണ വാർത്ത അറിഞ്ഞത്. നമ്മളും മരിക്കും, പ്രായാധിക്യം കൊണ്ടാണ് ചേച്ചി മരിച്ചത്. എന്നിരുന്നാലും ഒരു പ്രദേശത്തുകാരിയായ എന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹി കൊണ്ടുപോയത് മാത്രമല്ല, അവിടെ ഉള്ള സ്ഥലങ്ങൾ 8 ദിവസം അവിടെ താമസിച്ച് 24 വർഷങ്ങൾക്ക് മുമ്പാണ്, 1998 എന്നെ അവിടെ എല്ലാം കൊണ്ടു നടന്ന് കാണിക്കുകയും എന്നെ ഒരു വലിയ മിത്രനികേതൻ, വെള്ളനാട് മിത്രനികേതന്റെ ഒരു വോളണ്ടറി ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ വെച്ചാണ് എന്നെ കണ്ടതും
അന്ന് ഇവിടെ ഒരു സമരമായിരുന്നു, വേറൊരു ബസ് സമരം. അങ്ങനെ എന്നോടൊപ്പം തന്നെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ താമസിക്കുകയും പിറ്റന്ന് ആണ് പോയത്. അങ്ങനെ അവിടെ ഡൽഹി അന്നാണ് എന്നെ ഡൽഹി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ കൂടെ ചേച്ചി കൊണ്ടുപോയി. ഒരു മാസം കഴിഞ്ഞായിരുന്നു മീറ്റിംഗ്, ആനുവൽ മീറ്റിങ്ങിന് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇന്ദിരാമയെ കണ്ടു. അപ്പൊ ഇന്ദിരാമയെ എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ എങ്ങനെ സന്താനവല്ലി വന്നു, ഞാൻ കൊണ്ടുവന്നതാണ്. സന്താനവല്ലി കൂടെ ഇന്ദിരയുടെ ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ച് ആക്കണം എന്ന് പറഞ്ഞു ഉപദേശിച്ച് അതുപോലെ തന്നെയാണ് ചെയ്തത്. അത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഞാൻ ഇവിടെ എല്ലാ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സ്ഥലങ്ങളും കാണാൻ ഇടയാക്കിയതിനെല്ലാം കാരണക്കാർ അവർ രണ്ടുപേരാണ്. അതിൽ എന്നെ കൊണ്ടുപോയത് ഗോമതി ചേച്ചിയാണ് ആദ്യമായിട്ട്. അത് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പലപ്പോഴും എന്നോട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് എന്നെ സ്വസ്ഥ സൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്യാമ്പ് തന്നെ ഞങ്ങളെ സമ്മതിക്കും. 2 വർഷത്തിന് മുമ്പാണ്, ഈ കോവിഡ് ഒക്കെ വരുന്നതിന് കുറച്ച് മുൻപായിരുന്നു. ചേച്ചി വിജയലക്ഷ്മി മാഡം ചേച്ചിയെ കൂടെ കൊണ്ടുവരികയും വളരെ സന്തോഷത്തോടുകൂടി കുറെ നേരം സംസാരിച്ചിരുന്നിട്ടാണ് ഇവിടെ നിന്ന് വിട്ടുപോയത്. എനിക്കത് വളരെ വളരെ വിഷമം വരാൻ ചേച്ചിയുടെ മനം എല്ലാവർക്കും സംഭവിക്കുമെങ്കിലും വളരെ വേദനയോടുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് ചേച്ചിക്ക്. ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേടുകയാണ്. താങ്ക് യു ചേച്ചി, സന്താനവല്ലി ചേച്ചി. ഇനി പല ബ്രാഞ്ചിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഹേമലത, would you like to say something? ഇനി ബാക്കി ബ്രാഞ്ചുകളിൽ വന്ന് ആലുവയിൽ നിന്ന് ഡെയ്സി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡെയ്സി സംസാരിക്കുന്നു. ഹേമ ചേച്ചി. I think Hemlata is trying to join. I think she was here. She got disconnected, I think. Yeah, she's and I can see Jnana Jyoti also. Yeah. So if anybody from Karnataka, you can invite them to say. Karnatakaದಿಂದ ಯಾರಾದರೂ ಒಂದೆರಡು ಮಾತು ಹೇಳ್ತೀರಾ? Anybody? Akila is there, Amita was there, Chand is there, Mandya branch is there. Yaradro? Hemlata has joined in. I think they're all quite new branches where they have seen very less of her. Probably Hemlata, Amita, Akila, Kolar branch. Akila, Amita. Okay, I don't know. They were connected again. It's looks like they have been disconnected. ആരെങ്കിലും സംസാരിക്കുന്നു? You can carry on. Can I say a few words? Yes, please go ahead. Actually, I have met her twice only, but that was in Bardoli when I went there for the first time to meet for the annual conference, and then in the last annual conference at Manesar. In Bardoli, the way she spoke, and I was very new to AIWC, just for few months that I have been active with AIWC Kozhikode. The way that, she was old, but I could find that confidence, conviction, and, that's one strong personality that actually gave me a lot of hope that, this is a very good organization if these sort of people have been heading it. That was my first experience with the AIWC. And then in Manesar, I saw Vijayalakshmi all the time with her guiding. And I even asked, I even thought that Vijayalakshmi is somebody, her close relative or something. Then we had a long talk in the breakfast room. And we spoke for a long time, and she tried to tell me many things about AIWC. I was actually really impressed, and she really left a mark on me and how AIWC works also. She could show it to me. And that's all. I met her only twice, but I pray that her noble soul rest in peace. My branch, she had come to my branch. Somebody might like to talk once way back, Usha or somebody. Hema Chechi can also speak. Hema Chechi is very close. She can also speak about her more.
than me. She is the one who has been taking me around and introducing me to everybody. So Hema Chechi can also say a few words. Thank you, Bhuvneshwari. Now I think Suma has raised her hand. Suma, എന്തെങ്കിലും പറയുന്നോ Suma? തീർച്ചയായിട്ടും ആദ്യം തന്നെ എനിക്ക് ലിങ്ക് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉഷാജി. ഗോമതി ചേച്ചി കുറെ നാളായി ഇപ്പൊ കണ്ടിട്ട്, ഈ കൊറോണ കാരണമൊക്കെ. ലാസ്റ്റ് കണ്ടത് 2009 ഡിസംബറിലാണ്. അന്ന് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാണ്, നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ. അപ്പൊ ഞാൻ AIWCയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ തന്നെ ഞാനൊരു ചക്രം കാലി പിടിപ്പിച്ചിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നത്. ആ ചക്രത്തെ ഒന്നും കൂടെ സ്പീഡാക്കി തന്നു ഗോമതി ചേച്ചിയുടെ സാമീപ്യം, ആ മോട്ടിവേഷൻ, കണ്ണുകളിൽ കൂടി കാണുന്ന പോസിറ്റീവ് ഔട്ട്ലുക്ക്, ചുണ്ടിൽ കാണുന്ന ആ പോസിറ്റീവ് സ്പ്രെഡ്, എവറിത്തിങ് വി ക്യാൻ നത്തിങ് നമുക്ക് പുറകിൽ മാറ്റിവെക്കാൻ, എവറിത്തിങ് വി ക്യാൻ. അതും ഈ ഏജില്. ഈശ എന്റെ അമ്മയെക്കാളും മൂത്തതാണ് ചേച്ചി. ചേച്ചി പറയും വയസ്സൊന്നും നമുക്ക് കുട്ടിപ്പോഷിയാ, ഡോണ്ട് ടെൽ ദി ഏജ് ടു എനിബഡി. ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടി. ആലുവ ബ്രാഞ്ചിൽ നിന്ന് ഡെയ്സി ടീച്ചറും സുമതി ചേച്ചിയുമായിട്ട് ഞങ്ങൾ 3 പേര് പോയിട്ട്, ചേച്ചി എന്ത് സന്തോഷത്തിലായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് രോഷ്നിയിൽ അത് പബ്ലിഷ് ചെയ്ത് വരാനും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി ഉണ്ടായത്, ചേച്ചി ഒരിക്കൽ എനിക്ക് ആതിഥ്യം അരുളാൻ സാധിച്ചു ഞങ്ങളുടെ വീട്ടില്. അന്ന് എൻ്റെ അമ്മ ആലുവയിലെ വീട്ടിലുണ്ട്. അപ്പൊ ആ അമ്മയോടുള്ള ആ സന്തോഷം, അമ്മയെ കുറിച്ച് ചേച്ചി പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഞാൻ എന്തൊക്കെയോ തിരക്കിലാണ്. അപ്പൊ എന്റെ ചേട്ടനാണ് ബെഡ് കോഫി എന്താ വേണ്ടത്, ബെഡ് കോഫി ആണോ ടീ ആണോ എന്ന് അവരുടെ റൂം ലോക്ക് ചെയ്ത്, തങ്കമണി ഉണ്ടായിരുന്നു ഫുൾ ടൈം അസിസ്റ്റന്റ് ആയിട്ട് ചേച്ചിക്ക്. അപ്പൊ എന്നിട്ട് പിന്നെ ചേച്ചി എന്നോട് എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിച്ചിരിക്കുമ്പോ ഷെയർ ചെയ്താണ്. ഇത്രയും ഹാർമണിയുള്ള ഒരു ഭവനം. എനിക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിലും മറ്റൊരാള് നമ്മളുടെ ആതിഥ്യം അനുഭവിച്ച് താമസിച്ചിട്ട് നമ്മളോട് ആ വേർഡ്സ് പറയുമ്പോൾ ദാറ്റ്സ് ഓൾസോ ഡ്രൈവിംഗ് മീ. പിന്നെ ചേച്ചിയുടെ സ്പീച്ച്, ഓ മൈ ഗോഡ്, എത്ര നല്ല സ്പീച്ചാണ് നമുക്ക് തരുന്നത്. അതുപോലെ ഓരോന്ന്. പിന്നെ ഡോക്ടർ വിജയലക്ഷ്മി പറഞ്ഞ പോലെ ചേന്നമംഗലം വീവേഴ്സ് സൊസൈറ്റിയിൽ എനിക്ക് മഹാത്മാഗാന്ധിയുടെ ഇരുപുറത്തും 2 പേരെപ്പോഴും ഉള്ളതുപോലെ ഗോമതി ചേച്ചിയുടെ ഇരുപുറത്തും ഡോക്ടർ വിജയലക്ഷ്മിയും കൃഷ്ണകുമാരിയും കൂടെ വന്നു. എനിക്കൊരു കോള് കിട്ടി. അങ്ങനെ എനിക്ക് ചേച്ചിയുമായിട്ട് ആ പ്രളയത്തിന് ശേഷം ആഫ്റ്റർ ദ ഫ്ലഡ്, അപ്പൊ ചേച്ചിക്ക് നമ്മളെ കാക്കിനാട മീറ്റിംഗ് വരുവാണ്. ചേച്ചിക്ക് ഇതൊന്ന് സ്പീഡാക്കി, ഐ വാണ്ട് ടു ഫിനിഷ് ദിസ്. അപ്പോഴും ചേച്ചി എന്നോട് പറഞ്ഞു, ഐ ആം ഏജ്ഡ് സുമ, സോ എനിക്ക് അറിഞ്ഞൂടാ ഹൗ ലോങ് ഐ വിൽ ബി ഹിയർ, ഐ വാണ്ട് ടു ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞു. നമ്മളുടെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പ്രൈമറി തിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എൻ്റെ അമ്മ ഈ ലോകം വിട്ടുപോയി. അപ്പൊ ഞാൻ ആ ബ്രേക്ക് എടുത്തു. ചേച്ചി ആ ബ്രേക്കിനിടയിലും എന്നെ സാന്ത്വനിപ്പിക്കുന്നതോടൊപ്പം സുമ എന്ന ആലുവയെ തിരിച്ചു വരുന്നു. അപ്പോഴും ചേച്ചി ഓർമ്മിപ്പിച്ചു, മൈ ഏജ്, ഐ വാണ്ട് ടു ഫിനിഷ് ദാറ്റ് ബിഫോർ ഡിസംബർ. സോ നമ്മളത് നെഞ്ചോട് ഏറ്റെടുത്തു. ഞങ്ങള് AIWCയിലെ മറ്റംഗങ്ങളും ഒക്കെ കൂടി ആലുവയെ ഞങ്ങളത് ഫിനിഷ് ചെയ്തു. ഉഷാജി ഒരു പ്രത്യേക ഇതുള്ളത്, എനിക്ക് മെനിഞ്ഞാന്ന് എന്റെ ഫോണില് വീഡിയോസ് വരുവാണ്. അപ്പൊ വീഡിയോസ് ഇടയ്ക്ക് വരും. അങ്ങനെ വന്നത് ചേന്നമംഗലം വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഗോമതി ചേച്ചി നിറഞ്ഞു നിൽക്കുകയാണ്. ഓപ്പൺ ആ വീക്കർ സെഷൻ, ആ ലേഡ്സ്. അപ്പൊ എപ്പോഴും ചേച്ചി വീക്കർ സെഷന് വേണ്ടി നിൽക്കുന്ന മോട്ടിവേഷൻ. അപ്പൊ ചേച്ചി അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അതാണ് ലേറ്റ് ആയത് 10 മിനിറ്റ് കേൾക്കാനായിട്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു. സോ ട്രിബ്യൂട്ട് ആയിട്ട് ഞാൻ ആ വീഡിയോ, എ ബിഗ് സല്യൂട്ടേഷൻസ് ടു ഗോമതിജി. വാക്കുകളില്ല പറയാൻ. പ്രണാമം. താങ്ക് യു സുമ. രാധികയും സ്വപ്നയും ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കുന്നു. പ്ലീസ് പ്ലീസ് ടോക്ക്. ഹലോ madam. Hello. Yes. Good afternoon, madam. I'm Hemavati from Mandya branch, madam. Hello. You please go on. Please go on.
ಹೇಳಿ you can start. ಹೇಳಿ ಹೇಮಾವತಿ. I know. Ashita ma'am, namaste. Usha Nair madam. Otherwise, we'll wind up in 15 minutes. Good afternoon. ಮಾತಾಡಿ ಹೇಮಾವತಿ. ಮೇಡಮ್ ಏನಾರು ಇದಿದ್ರೆ ಲ್ಯಾಂಗ್ವೇಜ್ ಪ್ರಾಬ್ಲಮ್ ಇದ್ರೆ ಇದ್ ಮಾಡಿ ಸ್ವಲ್ಪ ಮೀನ್ಸ್ ನಾನ್ ಕನ್ನಡದಲ್ಲೇ ಹೇಳಲಾ? ಹೇಳಿ. ಮೇಡಮ್ Gomati Nair madam is very good supporter AIWC South ಅಂದ್ರೆ ಸೌತ್ ಓವರ್ ಆಲ್ ಸೌತ್ ಝೋನಲ್ ಅವರು ಝೋನಲ್ ಅಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ಬೇಕಾದ್ರೆ ನಮ್ಮ ಮೈಸೂರ್ ಇದ್ರಲ್ಲಿ ಯೂನಿವರ್ಸಿಟಿನಲ್ಲಿ ಆದ ಪ್ರೋಗ್ರಾಮ್ ಅಲ್ಲಿ ನಮ್ಗೆ ಚಾಮುಂಡಿ ಬೆಟ್ಟ ಮತ್ತೆ ಇದು ನೋಡ್ಬೇಕು ಅಂದಾಗ ನಾವು ಕರ್ಕೊಂಡು ಹೋದಾಗ ತುಂಬಾ ರಿಮೆಂಬರ್ ನಮ್ಮ ಆರ್ಗನೈಸೇಷನ್ ವಿಸಿಟ್ ಮಾಡಿ ಆರ್ಗನೈಸೇಷನ್ ಪ್ರೋಗ್ರಾಮ್ಸ್ ನ ನೋಡಿ ತುಂಬಾ ಖುಷಿ ಪಟ್ಟು ಇಷ್ಟು ಎಫೆಕ್ಟಿವ್ ಆಗಿ ಪ್ರೋಗ್ರಾಮ್ ಮಾಡ್ತೀರಾ ಅಂತ ತುಂಬಾ ಸಪೋರ್ಟ್ ಮಾಡಿದ್ರು. ಜೊತೆಗೆ ಸತ್ಯನ ನೀಟಾಗಿ ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಿದ್ರು. ಏನೇ ಆಗ್ಲಿ ರಿಯಲ್ ಗ್ರೌಂಡ್ ಲೆವೆಲ್ ವರ್ಕ್ ಏನಿದೆ ಅನ್ನೋದನ್ನ ತಿಳ್ಕೊಂಡು ಅವ್ರಿಗೆ ಸಪೋರ್ಟ್ ಮಾಡ್ತಾ ಇದ್ರು. ಈಗಾಗ್ಲೇ ಎಲ್ರು ಹೇಳ್ತಾ ಇದ್ರು ಒಬ್ರು ಸೆಕೆಂಡ್ ಮದರ್ ತರ ಅಂತ. ನಿಜ ಹೇಳ್ಬೇಕು ಅಂದ್ರೆ ಅವ್ರೆಲ್ರಿಗೂ ತಾಯಿ ತರಾನೇ ಅಡ್ವೈಸ್ ಮಾಡ್ತಾ ಇದ್ರು. ಅವ್ರ ಮಗಳಿಗೆ ಅಂತ ಒಂದು ಗಿಫ್ಟ್ ತಗೊಂಡಿದ್ರು, ಅದನ್ನ ನಮ್ಗೆ ಗಿಫ್ಟ್ ಮಾಡಿದ್ರು. ನನ್ಗೆ ನೀವ್ ಇಷ್ಟು ಸರ್ವಿಸ್ ಮಾಡಿರೋದಕ್ಕೆ ನಾನ್ ಖುಷಿಯಿಂದ ಕೊಡ್ತಾ ಇದ್ದೀನಿ, ತಗೊಳ್ಬೇಕು ಅಂತ ಒಂದು ಚಾಮುಂಡಿ ಫೋಟೋ ಮತ್ತೆ ನಮ್ಮ ಆಫೀಸಲ್ಲಿ ಇವತ್ತಿಗೂ ಅವ್ರ ದೀಪ, ಅವ್ರ ಗಿಫ್ಟ್ ಮಾಡಿದಂತ ದೀಪ ಇದು. ಅದನ್ನ ನಮ್ಮ ಆಫೀಸ್ ಮೇನ್ ಬ್ರಾಂಚ್ ಅಲ್ಲಿ ಇವತ್ತಿಗೂ ಕೂಡ ನಾವು ಅದೇ ದೀಪನ ಇಟ್ಟು ಪೂಜೆ ಮಾಡ್ತಿದೀವಿ. ಅವ್ರು ನಿಜವಾಗ್ಲೂ ಅವ್ರ ಸೇವೆಗೆ ನಾವು ಆಭಾರಿಯಾಗಿರ್ತೀವಿ. ಇಂತ ಒಬ್ಬೊಬ್ರು ಮಹಿಳೆನೂ ಕೂಡ ಎಷ್ಟೋ ಹೆಣ್ಣು ಮಕ್ಳಿಗೆ ಇವ್ರಂತವ್ರಿಂದ ನಮ್ಗೆ ಒಂದು ದೊಡ್ಡ ಧೈರ್ಯ. AIWC ಒಂದು ಹೇಗ್ ಮಾರಲ್ ಸಪೋರ್ಟ್ ಆಗಿ ಎಲ್ಲರಿಗೂ ಬೆನ್ನೆಲುಬಾಗಿ ಇವತ್ತು ಇಡೀ ಇಂಡಿಯಾದಲ್ಲಿ ಮಹಿಳೆಯರಿಗಿದೆಯೋ ಅದರ ಒಂದು ಪಾರ್ಟ್ ಆಗಿ Gomati Nair ಮೇಡಮ್ ಕೂಡ ಎಲ್ಲಾ ಹೆಣ್ಮಕ್ಳು ಮನ್ಸಲ್ಲಿ ಇದ್ದಾರೆ, ಸಪೋರ್ಟಿವ್ ಆಗಿದ್ದಾರೆ, ಎಂಕರೇಜ್ ಮಾಡಿದ್ದಾರೆ. ಇವತ್ತು ಅವ್ರಿಲ್ಲ ಅನ್ನೋದು ನಮ್ಗೆಲ್ರಿಗೂ ಕೂಡ ತುಂಬಾ ಬೇಸರ ತಂದಿದೆ. ಅವ್ರಿಲ್ಲ ಅಂದ್ರೂ ಕೂಡ ಅವ್ರು ಇಲ್ದೇ ಇರೋದಾಗ ಅದು ಮನುಷ್ಯ ಹುಟ್ಟಿದಾಗ ಇಲ್ಲ ಅವ್ರಿಲ್ಲ ಅಂದ್ರೂ ಅವ್ರ ಉಸಿರಿರುತ್ತೆ, ಅವ್ರ ಹೆಸರಿರುತ್ತೆ ಅಂತಾರಲ್ಲ, ಆ ಹೆಸರಾಗಿ ಇವತ್ತು ನಮ್ ಜೊತೆ Gomati Nair ಮೇಡಮ್ ಇದ್ದಾರೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮನ ಆಯೋಜಿಸಿದ ನಿಮ್ಮೆಲ್ರಿಗೂ ಕೂಡ ನಾನು ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತೀನಿ. ಇಲ್ಲಿಂದ ಮೈಸೂರಿಂದ ನಮ್ಗೆ ಹೇಮಲತಾ ಮೇಡಮ್ ಹಿಂಗೆ ಒಂದು ಒಳ್ಳೆ ಸಪೋರ್ಟ್ ಗೈಡರ್ ಆಗಿದ್ರು, ಅದೇ ರೀತಿ ನಮ್ಗೆ ಆಲ್ ಇಂಡಿಯಾ ಲೆವೆಲ್ ಅಲ್ಲಿ ನೀವು ಅದೇ ರೀತಿ ಅಲ್ಲಿ ಝೋನಲ್ ಅಲ್ಲಿ ಅವರು ವಿಜಯಲಕ್ಷ್ಮಿ ಮೇಡಮ್ ಇರ್ಬೋದು, ಉಷಾ ನಾಯರ್, ಎಲ್ಲಾರನ್ನೂ ಅವರು ನಮ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಫಸ್ಟ್ ಮೈಸೂರಿಗೆ ಬಂದಾಗ ನಮ್ ಕಾರ್ಯಕ್ರಮಗಳನ್ನ ನೋಡಿ ನಮ್ಮನ್ನ ಅಪ್ರಿಶಿಯೇಟ್ ಮಾಡಿ ಮುಂದೋಗಕ್ಕೆ ಒಂದು ಸ್ಫೂರ್ತಿಯಾಗಿದ್ರು ಅಂತ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಅವ್ರು ಯಾವಾಗ್ಲೂ ನಮ್ ಜೊತೆಗೆ ನಿರಂತರವಾಗಿರ್ತಾರೆ. ಅವರ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗ್ಲಿ ಅಂತ ಕೇಳ್ಕೊಳ್ಳೋದಷ್ಟೇ ನಾವ್ ಅನ್ಕೊಳ್ಬೇಕು. ಈ ಕಾರ್ಯಕ್ರಮನ ಆಯೋಜಿಸಿ ನಿಮ್ಗೆಲ್ರಿಗೂ ಕೂಡ ನಾನು ಧನ್ಯವಾದಗಳನ್ನ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ ಅವಕಾಶ ಕೊಟ್ಟಿದ್ದಕ್ಕೆ. Thank you, Hemavati. She just briefly said that she visited them and she highly appreciated all of them. Actually, she had purchased a gift for her daughter, but seeing their work, I believe she gave that gift to her, a Deepam and one Chamundeshwari photo, and they have kept that in their office and they light that Deepa every time. So she remembers that and she remembers her humble nature. So this is the brief, as I said, even though she's not there, she's in thoughts and she's in her work, that we will call it forward. That's the gist of what she told. Thank you, Hemavati. Yeah. Thank you, madam. Usha? Yes, hello? Asha? Yes. I just wanted to mention one point which I forgot to tell, that because of her, the Kerala state was the first one who is having so many socio-economic programs, and they have returned the money also well in advance, and still they are going with the socio-economic program. So she was so proud about it, and I am also very much proud about all your branches in Kerala. And I visited all the branches in Kerala, so I am really very much thankful to her because of these programs also. Thank you, Asha. You have always been encouraging for all the branches to take up socio-economic programs. And as you say, I think in Kerala, we have taken up the maximum number of socio-economic programs, especially Santanelli Chechi's branch. They are now on to the 4th socio-economic program. And thank you, Asha. You have always been so encouraging. Thank you. Thank you. Thank you so much. Radhika, Swapna. The hand raised ചെയ്തിരിക്കുന്നു, അത് ബൈ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വപ്ന,
ഞാൻ സ്വപ്നയാണ് മാം. പറയൂ. ഞാൻ ജ്യോതിർഗമയുടെ മെമ്പറാണ്. ജ്യോതിർഗമയുടെ ചിറയൻകീഴ് ബ്രാഞ്ചിന്റെ ഒരുപാട് പരിപാടികളിൽ എനിക്ക് മാഡത്തിനെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ യങ്സ്റ്റേഴ്സിനെല്ലാം മാഡം ഒരു പ്രചോദനമായിരുന്നു. എപ്പോഴും ചിരിച്ച മുഖത്തോടുള്ള മാഡത്തിനെ ഞാൻ എന്നും ഓർക്കുന്നു. മാഡത്തിന്റെ വിയോഗത്തിൽ ഞാൻ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു. മാഡത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സ്വപ്ന. ഇനി കൃഷ്ണകുമാരിയാണോ? അതെ. കൃഷ്ണകുമാരി പറഞ്ഞോളൂ. പേര് കണ്ടില്ല, അതുകൊണ്ട് മാഡം. എനിക്ക് ഏറ്റവും കുറച്ച് പരിചയം മാത്രമേ ഗോമതി മാഡമായിട്ടുള്ളൂ. 10 വർഷത്തിന് മുമ്പേ. കേൾക്കുന്നുണ്ടോ മാഡം? പറഞ്ഞോളൂ. ഞാൻ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് ഒണ്ടേ ഹോമിൽ വെച്ചാണ് ഗോമതി മാഡത്തിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആനുവൽ മീറ്റിംഗ് നിയറത്തിൽ വന്ന് അവിടെ വെച്ചാണ് പിന്നെ കാണുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്നതിനും നമ്മളെ കൊണ്ട് മേഡം ഇറങ്ങി പ്രവർത്തിക്കുകയും നമ്മളെ അതിലോട്ട് കൊണ്ടുപോകുന്നതിനും ഉള്ള ഒരു കഴിവുള്ള ഒരു മഹത് വ്യക്തിയാണ്. നമ്മുടെ സുമ പറഞ്ഞതുപോലെ ആലുവായിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയലക്ഷ്മി മേഡം പറഞ്ഞതുപോലെ കഴിഞ്ഞ മീറ്റിങ്ങിന് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് വലിയ ഒരു കാര്യമായാണ്. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല മനേശം പോയത്. പിന്നെ സ്വസ്ഥതാർ വില്ലേജ് പ്രോഗ്രാം എന്നെ കൊണ്ട് പർപ്പസ് ആയിട്ട് ചെയ്യാൻ പറ്റും, എടുക്കണം എന്ന് പറഞ്ഞ് എടുപ്പിക്കുകയും അതുപോലെ അതിന്റെ എല്ലാ മീറ്റിങ്ങിനും മേഡം ഉണ്ടാകുന്ന പ്രാർത്ഥനത്തിന് ഒന്നെല്ലാം സഹകരിക്കുകയും അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഞങ്ങളുടെ പൊന്നുമംഗലത്ത് വരികയും സ്ത്രീകളെല്ലാം വിളിച്ചു കൂട്ടുകയും അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും ആ സാധനങ്ങൾ വിളവെടുത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി ഞങ്ങളെ കഴിപ്പിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മടങ്ങുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ ആരും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രചോദനം ഞങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള സ്ത്രീകൾക്ക് പോലും മറക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസവും പ്രസിഡന്റൊക്കെ ഭയങ്കര പഞ്ചായത്ത് മേഡത്തിന് അറിയാം, വളരെ സങ്കടമായിട്ട് അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ വിഷമമായിരുന്നു അവർക്ക്. അവരെല്ലാവരും വിഷമം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു മാഡം. താങ്ക് യു കൃഷ്ണകുമാരി. ഹേമ ചേച്ചി എന്തെങ്കിലും പറയുന്നോ? ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ കുറേ വർഷമായിട്ട് അറിയുന്ന വ്യക്തിയാണ്. വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇന്നലെ പെട്ടെന്നുള്ള മരണവാർത്ത കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഒരുപാട് പ്രാവശ്യങ്ങൾ, എത്ര പ്രാവശ്യം എന്നല്ല, എല്ലാ മീറ്റിങ്ങുകളിലും ഞാനും ഒരുപാട് വർഷം ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ട്. അപ്പൊ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നതാണ്. എല്ലാ പ്രാവശ്യം വന്നാലും എന്നെ അന്വേഷിച്ചിട്ടുമുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. അവസാനം കണ്ടപ്പം വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങൾ കോഴിക്കോട് വന്നപ്പോഴും സ്നേഹിച്ചിട്ട് എല്ലാവർക്കും വളരെ അഭിമാനമായിരുന്നു അവരെ കാണുന്നത് തന്നെ. പ്രസിഡന്റായിട്ട് ഞങ്ങൾ ജീവനോടെ കണ്ട ഒരേ ഒരു പ്രസിഡന്റ് ആണല്ലോ കേരളത്തിലത്തെ. ഏതായാലും വളരെ റെസ്പെക്ട് ഞങ്ങളുടെ കോഴിക്കോടിന് എല്ലാവർക്കും അവരെ റെസ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ വിഷമത്തോടു കൂടി തന്നെ ഇതറിഞ്ഞു. അവർക്ക് നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ഹേമ ചേച്ചി. ഇനി നമുക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അല്ലെങ്കിൽ ഒരു ലക്ഷ്മിയുടെ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഗോമതി മാഡത്തിന്റെ എല്ലാവരോടുമുള്ള സ്നേഹത്തിന്റെയും എല്ലാവർക്കും അവരോടുള്ള സ്നേഹത്തിന്റെയും ഒരു പ്രൂഫ് തന്നെയാണ് ഇവിടെ നമ്മൾ കേട്ടതും ഇത്രയധികം പേര് ഇതിൽ പങ്കെടുക്കാൻ വന്നതും. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു Bhargaviji, Asha Deshpande, Shivani Mehta, and they all joined because I invited them and I asked them to say a few words. And thanks to Ashita for coordinating with the Karnataka branches. And I thank all the members who have joined from different branches. And now I request Lakshmi, can we go ahead with the winding up prayer? Yes, please. त्र्यम्बकं यजामहे सुगन्धिं
പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. Thank you, Lakshmi. So now we wind up this program here. And I would like to remind all of you that we have the lecture of the Literary and Cultural Forum at 4:30 today. And Dr. Past Vice Chancellor, Pro Vice Chancellor of the University is Gopinathan, Dr. Gopinathan, Pro Vice Chancellor. Former Pro Vice Chancellor is the speaker, and he will speak on higher education challenges and choices. So I request all of you to join. The link is already in the group. And once again, I thank all of you for joining. എല്ലാവർക്കും വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആൻഡ് ഒന്നുകൂടെ ഗോമതി നായർ മാഡത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, Usha ji. And I just want to say a word. I think there were few people who joined from Karnataka. I don't know what reason network, but anyhow, on behalf of all the branches of Karnataka, I would like to extend our heartfelt condolences and prayers to her. And I think she was like lived as a Keralite and left her last breath in Karnataka. So she has, been, very dear to both the states and I mean, definitely everywhere. So I extend our condolence on behalf of all the branches of Karnataka.